ശത്രുക്കളുണ്ടാകാൻ നാം ആർക്കും ദ്രോഹം ചെയ്യണമെന്നില്ല, നന്മ ചെയ്താലും മതി എന്നൊരു ചൊല്ലുണ്ട്. അതായത് നാം ചെയ്യുന്ന നന്മകൾ പോലും ഒടുവിൽ മറ്റുള്ളവർക്ക് അതിനെ ദ്രോഹമായി ചിത്രീകരിക്കാൻ ഈ ലോകത്തിന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഉപകാരം ചെയ്ത് അവസാനം എനിക്ക് കിട്ടിയത് ഇതാണ് എന്ന് പറയാൻ ഒരു വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഒരു ദൈവ പൈതലിന് ആവശ്യമില്ല. കാരണം ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്നതെല്ലാം നന്മ മാത്രമല്ല, തിന്മയും ഈ ലോകത്തിൽ നിന്ന് ചിലപ്പോൾ ഉണ്ടാകാം. അത് ദൈവം അനുവദിക്കുന്നതോ ദൈവം തരുന്നതോ അല്ല, ഈ ലോകത്തിൻ്റെ സിസ്റ്റം അതാണ്. ഇപ്പോൾ ദൈവം നമ്മെ ചില പാഠങ്ങളിലൂടെ വിടുമ്പോൾ ലോകം പറയും, ഇവർ ദൈവത്തിൻ്റെ പുറകെ നടന്നിട്ട് ബൈബിളും പിടിച്ച് നടന്നിട്ട് അനുഭവിക്കുന്നതാണെന്ന് പറയും. ഇനി നാം അനുഗ്രഹിക്കപ്പെടുമ്പോഴോ അത് അവർക്ക് പല ഇതിനകത്ത് ചേരാനായിട്ട് വരുന്നവർക്ക് ഒത്തിരി പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാനിത് ഒത്തിരി കേട്ടിട്ടുണ്ട്. എൻ്റെ അപ്പൻ്റെ അടുത്ത് വന്ന് പലരും പറഞ്ഞു, എൻ്റെ അപ്പനോട് പറഞ്ഞു, എൻ്റെ അപ്പൻ കേക്ക് അവിടെ കുറച്ച് പേര് നിന്നുകൊണ്ട് ഒരു ജംഗ്ഷനിൽ, ഞങ്ങളുടെ ഗ്രാമത്തിലെ ജംഗ്ഷനിൽ ഞാനൊക്കെ യേശുവിലേക്ക് തിരിഞ്ഞ സമയത്ത്, അപ്പോൾ എൻ്റെ അപ്പൻ്റെ പേര് ജോസഫ് എന്നാണ്. ആ ജോസഫിൻ്റെ മക്കളെല്ലാം പ്രാർത്ഥനയ്ക്ക് പോയി, അവർക്കെല്ലാം 30,000 രൂപ വെച്ച് കിട്ടി. അപ്പോൾ ജോസഫും പോകാനിരിക്കുകയാണ്, ജോസഫിനും കിട്ടും. അപ്പോൾ എൻ്റെ അപ്പം പറഞ്ഞു, 30 അല്ല, എനിക്കൊരു 70,000 രൂപ തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് ഞാൻ വേഗം പോവുകയാണ്. അപ്പോൾ അവിടെ കൂടിയിരുന്നവർ പറഞ്ഞു, ചുമ്മാ ജോസഫേ, അങ്ങനൊരു കാര്യമില്ല, ഞങ്ങൾ ചുമ്മാ പറയുന്നതാണ്, ഇത്രയേ ഉള്ളു കാര്യം. അങ്ങനൊരു സംഭവമില്ല. ഈ പ്രാർത്ഥനയ്ക്ക് വരുന്നത് കൊണ്ട് ആരും പൈസയൊന്നും തരാൻ പോകുന്നില്ല. ഉള്ള പൈസയും കൂടി മുടക്കേ ചെയ്യുള്ളൂ. എതിർക്കാവുന്നിടത്തോളം എതിർക്കുക, ജോലിയിൽ നിന്ന് പിരിച്ചു വിടുക, ബൈബിളുമായിട്ട് ഇറങ്ങി എന്ന കാരണത്താൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക, അവകാശം കൊടുക്കാതിരിക്കുക, ഇതെല്ലാം ചെയ്തിട്ടും മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞിട്ടും ഏതെങ്കിലും ഒരു ദൈവ പൈതലിന് ഭാവി ഇല്ലാതെ പോയത് നിങ്ങൾ പറയാമോ? നേരെ ചൊവ്വേ ജീവിച്ചിട്ട് നേരോടെ നടക്കുന്നവർക്ക് കർത്താവ് ഓരോ നന്മയ്ക്കും മുടക്കം വരുത്തുകയില്ല. കർത്താവിനെ പരമാർത്ഥമായി സേവിച്ചവരാരും ഗതികേട് ജീവിക്കില്ല. അപ്പോൾ ചിലർ പറയും, അവർ പ്രാർത്ഥനയ്ക്കിറങ്ങി, ഇവർ പ്രാർത്ഥനയ്ക്കിറങ്ങി, അവരും ബൈബിൾ പിടിച്ചിറങ്ങി. ബൈബിൾ പിടിച്ചുകൊണ്ട് ഇറങ്ങിയത് കൊണ്ടൊന്നും ആരും രക്ഷപ്പെടില്ല. ബൈബിൾ, ഈ പിടിച്ചുകൊണ്ട് നടക്കുന്ന ബൈബിൾ കുത്തിയിരുന്ന് വായിച്ച് ധ്യാനിച്ച് അതിൻ പ്രകാരം മുന്നോട്ട് പോകുമ്പോഴേ നന്നാകുള്ളൂ. ഇത് തലേനെ കീഴെ വെച്ചത് കൊണ്ട് നമുക്ക് ഗുണമൊന്നുമില്ല, ഇത് പിടിച്ചുകൊണ്ട് നടന്നുകൊണ്ടും പ്രയോജനമില്ല. ഇതിൽ ഈ വചനത്തിൽ പറയുന്നത് വിശ്വസിക്കുമ്പോഴാണ് ദൈവശക്തിയായിട്ട് കേട്ട വചനം ഉപകാരമായി തീരുന്നത്. അതുകൊണ്ട് കർത്താവിൽ ആശ്രയിക്കുക. നമ്മെ ആർക്കും നിന്ദിച്ചും പരിഹസിച്ചും അപവാദം പറഞ്ഞും തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം നിന്ദകളെയും പരിഹാസത്തെയും അപവാദത്തെയും എല്ലാം അതിജീവിച്ച യേശുവിൻ്റെ മക്കളാണ് നാം. അതുകൊണ്ട് നാം ഇവിടെയൊക്കെയും നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെ പൂർണ്ണ ജയം പ്രാപിക്കും. അത്രയേ ഉള്ളൂ. ആകയാൽ ധൈര്യപ്പെടുക, കർത്താവിൽ ശക്തിപ്പെടുക, ചേർന്ന് പാടി ആരാധിക്കാം. Saints and angels bow before your throne. All the elders cast their crowns before the Lamb of God and sing, you are worthy of it all. You are worthy of it all. For from you are all things, and to you are all things.
You are worthy of it all. For from you are all things, and to you are all things. You deserve the glory. And all the saints and angels bow before your throne. And all the elders cast their crowns before the Lamb of God and sing, you are worthy of it all. You are worthy of it all. For from you are all things, and to you are all things. You deserve the glory, Jesus. You are worthy of it all. You are worthy of it all. For from you are all things, and to you are all things. You deserve the glory. Day and night, night and day, let incense arise. Day and night, night and day, let incense arise. Day and night, night and day, let incense arise. Day and night, night and day, day and night, day and night, night and day, let incense arise. Day and night, night and day, let incense arise. Day and night, night and day, let incense arise. Day and night, night and day. You are worthy of it all. You are worthy of it all. For from you are all things, and to you are all things. You deserve the glory, Lord. You are worthy of it all. You are worthy of it all. For from you are all things, and to you are all things. You deserve the glory. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ മഹാപുരോഹിതന്റെ മുൻപിൽ വിസ്തരിക്കപ്പെടുന്ന യേശുവിനെയാണ് നമ്മൾ കാണുന്നത്. നിന്റെ ഉപദേശം എന്താണ്? നിന്റെ ശിഷ്യന്മാരാരാണ്? എല്ലാവർക്കും അറിയാം. എങ്കിലും വെറുതെ ഓരോ ചോദ്യം. പീലാത്തോസിന് പോലും അറിയാം യേശുവിനോടുള്ള അസൂയ നിമിത്തമാണ് യേശുവിനെ ഇവർ പിടിച്ചിരിക്കുന്ന. കാരണം യേശുവിൻ്റെ കൂടെ കൂടുന്ന പുരുഷാരമെന്ന് പറഞ്ഞാൽ എണ്ണാൻ കഴിയാത്ത പുരുഷാരമാണ്. യേശുവിൽ നിന്ന് സൗഖ്യമാകുന്നവർ, യേശുവിൻ്റെ അപ്പം തിന്നവർ. 5 അപ്പം വർദ്ധിപ്പിച്ച് യേശു ഭക്ഷണം കൊടുത്തപ്പോൾ 5000 പുരുഷന്മാർ മാത്രം, എല്ലാം കൂടി ഒരു 10,000-20,000 പേര് ഒരുമിച്ച് കൂടി. ആ കാലത്ത് ജനസംഖ്യ വളരെ കുറഞ്ഞ ആ കാലത്ത് 20,000 പേരെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പുരുഷാരത്തിൻ്റെ സംഖ്യയാണ്. അത്രയും വലിയ പുരുഷാരം
യേശുവിനെ ചുറ്റി കൂടിയിരുന്നു. 3 ദിവസം ഭക്ഷണം പോലും കഴിക്കാതെ യേശുവിൻ്റെ വായിൽ നിന്ന് കേട്ടു. ഏറ്റവും ഒടുവിലാണ് യേശു അവർക്ക് വായിൽ അപ്പം വെച്ച് കൊടുത്തത്. ഈ മഹാപുരോഹിതന്മാർക്ക് ഈ ജനത്തിലൊരു 100 പേരെ ഒരു 10 മിനിറ്റ് പിടിച്ചു നിർത്താനുള്ള ദൈവവചനമോ ഉപദേശമോ വാക്കുകളോ ഒന്നുമില്ല. അങ്ങനെ പിടിച്ചു നിർത്താനുള്ള യാതൊരു കൃപയില്ല. എന്നാൽ കൃപ കൊണ്ട് നിറഞ്ഞവൻ, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് വായിക്കുന്ന കർത്താവാണ് ആ നിൽക്കുന്നത്. കർത്താവിൻ്റെ പ്രസംഗം ജനങ്ങളെ വിടുവിച്ചു. കർത്താവ് ഏറ്റവും ഒടുവിലത്തെ ദിവസം വരെ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി. ഹെരോദാവ് പറഞ്ഞു, അല്ലെങ്കിൽ ഹെരോദാവിൻ്റെ ആൾക്കാർ വന്ന് പറഞ്ഞു, ഹെരോദാവ് നിന്നെ കൊല്ലാൻ അന്വേഷിക്കുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ പോയി ആ കുറുക്കനോട് പറ, ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കി 3-ാം നാളിൽ സമാപിക്കുക. അതിൻ്റെ അർത്ഥം എനിക്ക് ഒരു ദിവസം എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കും, രോഗികളെ സൗഖ്യമാക്കും. അപ്പോസ്തല പ്രവൃത്തി 10:38 എന്താ പറയുന്നത്? നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും അവൻ നന്മ ചെയ്തും രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കിയുമായി നടന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നില്ലേ എന്നും. അതാണ് പത്രോസ് അപ്പോസ്തലൻ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ പ്രസംഗിച്ചത്. ഈ കാര്യം പറഞ്ഞൊരു 1.5 മിനിറ്റ് പ്രസംഗിച്ചേ ഉള്ളൂ. ഉടനെ പെന്തക്കോസ് നാളിലെ പോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി. വെറും 1.5 മിനിറ്റ് ആത്മാവിൽ നിറഞ്ഞ് യേശുവിനെക്കുറിച്ച് 1.5 മിനിറ്റ് പറഞ്ഞപ്പോൾ ജാതികൾക്ക് വേണ്ടി വാതിൽ തുറന്നു. എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി. യേശു ചെയ്ത കാര്യങ്ങൾ, അതാണ് കർത്താവ്. കർത്താവിൻ്റെ കാര്യങ്ങളെല്ലാം മനുഷ്യർക്ക് നന്മ ചെയ്യുക. ക്രിസ്തീയ മാർഗമെന്ന് പറയുന്നത് മനുഷ്യർക്ക് ദോഷം ചെയ്യുന്നതല്ല. ഇന്ന് ന്യൂസുകളിലൊക്കെ വരുന്ന വാർത്ത, ഇന്ന സ്ഥലത്ത് ഒരാളെ വെട്ടിക്കൊന്നു, ഇന്ന സ്ഥലത്ത് ഒരാളെ കുത്തിക്കൊന്നു, സ്വന്തം അമ്മയെ വെട്ടിക്കൊന്നു. പേര് കാണുമ്പോൾ നമുക്ക് തന്നെ ഭയമാണ്. മത്തായി, തോമസ്, ബൈബിളിലെ ഓരോ പേരുകളാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ക്രിസ്ത്യാനി എന്ന പേരുള്ള ഒരാൾ ക്രിസ്ത്യാനിയാകണമെന്നില്ല. അവനൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ അവൻ്റെ അമ്മയും വെട്ടിക്കൊല്ലില്ല, ആർക്കെതിരെയും അവർ ഒന്നും ചെയ്യില്ല. അവർ ചെയ്തെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ക്രിസ്ത്യാനിയല്ല. ക്രിസ്തീയ പേരിട്ടത് കൊണ്ട് ക്രിസ്ത്യാനിയാകത്തില്ല. ഞാൻ ഇടയ്ക്ക് പറയാറില്ലേ, കാർ ഷെഡിൽ കിടന്ന് പട്ടി പെറ്റാൽ കാറാകത്തില്ലെന്ന്. വി എ തമ്പി എന്ന ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ പ്രസിഡന്റ് പറഞ്ഞ വാക്ക് പോലെ, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് ക്രിസ്ത്യാനിയാകില്ല, ക്രിസ്തീയ പേരിട്ടത് കൊണ്ട് ക്രിസ്ത്യാനിയാകത്തില്ല. ഇപ്പോൾ പലരും ക്രിസ്തീയ മാർഗത്തിൽ തന്നെ പലരും പെൺകുട്ടികൾ വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവർ കല്യാണം, അവിടെ ഒരു ചെറുക്കനെ ഇഷ്ടപ്പെടും, അത് ഏത് മതമൊന്നൊന്നുമില്ല, ഇഷ്ടപ്പെടും. എന്നിട്ട് വീട്ടുകാരോട് പറയും, ഈ മാതാപിതാക്കൾ പാവങ്ങൾ അവരെ ആ പെങ്കൊച്ചിനെ നന്നായിട്ട് പഠിപ്പിച്ച് അവളെ വിദേശത്ത് വിട്ട് അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അവൾ അവിടെയാണ്, അവളാണ് ഈ വീടിൻ്റെ പ്രതീക്ഷ. അപ്പോൾ അവൾ പറയണ എനിക്ക് ഈ ചെറുക്കനെ മതി. അപ്പോൾ ചെറുക്കനോട് പറഞ്ഞ, അപ്പോൾ ചെറുക്കൻ അതിനെന്താണ്, ഞാനിതിനകത്തോട്ട് വരാം, ഓ മാമോദീസയോ, ഞാൻ ശാനപ്പെടണോ, അതൊന്നും കുഴപ്പമൊന്നുമില്ല, പേരൊക്കെ മാറ്റാം. ഏത് പേര്? ജോസഫ് വേണോ, വർഗീസ് വേണോ, തോമസ് വേണോ, ബർത്തിലോമായി വേണോ, ഏത് യൂത വേണോ, ഏത് പേര് സ്വീകരിക്കാൻ തയ്യാറാണ്. ഈ പെണ്ണ് കെട്ടും വരെയാണ്. അങ്ങനെ വരുന്നവരൊന്നും മാനസാന്തരപ്പെട്ടവരല്ല. ഒന്നുകൂടി ഞാൻ പറയാം, നിങ്ങൾ ഈ ക്രിസ്തീയ മതത്തിലോട്ട് മാറണം എന്നാലേ കല്യാണം നടക്കുമെന്ന് ആരെങ്കിലും ക്രിസ്തീയ മാതാപിതാക്കൾ പറഞ്ഞാൽ, ഇല്ല ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് കുറച്ചുകൂടി അഭിമാനമുണ്ട്. കാരണം ആ വ്യക്തി അവനായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് കുറച്ചെങ്കിലും ഒരു ബോധ്യമുള്ളവനാണ്. അങ്ങനെയുള്ളവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവർ വന്നാൽ ഒരു വരവാണ്. കാരണം ജീവിതത്തിൽ ആ വ്യക്തിക്ക് ദൈവികതയിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട്.
ആ വ്യക്തി എടുക്കുന്ന തീരുമാനങ്ങൾ നല്ലതായിരിക്കും. ഇതൊരു പെണ്ണിന് വേണ്ടി പേര് മാറ്റുന്ന, ഒരാണിന് വേണ്ടി പേര് മാറ്റുന്ന, മതം മാറ്റുന്ന, അതൊന്നും ക്രിസ്തീയതയൊന്നുമല്ല. ക്രിസ്തീയത എന്ന് പറയുന്നത് മനം മാറ്റലാണ്, ഹൃദയത്തിലാണ് മാറ്റം വരുന്നത്. യെഹെസ്കേൽ പ്രവചനത്തിൽ പറയുന്നു, കല്ലായിട്ടുള്ള ഹൃദയം ഞാൻ മാറ്റി മാംസളമായ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും, പുതിയൊരു ഹൃദയം. അപ്പോൾ 2 കൊരിന്ത്യർ 5:17 പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി. അവനെ മൊത്തം അടിമുടി കർത്താവ് മാറ്റുകയാണ്. അവൻ്റെ പേര് മാറ്റണ്ട, അവൻ്റെ പേരും മാറ്റണ്ട, അവരുടെ രൂപവും മാറ്റണ്ട. പേരും രൂപവും മാറ്റിയതുകൊണ്ട് ഒരാൾ ക്രിസ്ത്യാനിയാകില്ല. എന്നാൽ പേരും രൂപവും മാറ്റാതെ അകത്ത് മാറ്റം വന്നാൽ അവൻ ക്രിസ്ത്യാനിയാകും. ക്രിസ്ത്യാനി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ക്രിസ്തുവിനെ അനുഗമിക്കുന്നു. എന്താ? ക്രിസ്തു നടന്നതുപോലെ നടക്കുന്നു. കടലിൻ്റെ മീതെ നടക്കും, ആരും നടക്കാത്തതുപോലെ നടക്കും, ആരും സംസാരിക്കാത്തതുപോലെ സംസാരിക്കും. ഈ മനുഷ്യൻ സംസാരിച്ചതുപോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് നമ്മൾ വായിക്കുന്നു. ആർക്കും സംസാരിക്കാൻ കഴിയാത്ത നിലയിൽ സംസാരിക്കും, ആധികാരികമായി സംസാരിക്കും. അതാണ് ക്രിസ്തീയ മാർഗത്തിൻ്റെ പ്രത്യേകത. അതിൽ പുറമേ ഉള്ള പേരോ വസ്ത്രമോ രൂപമോ ഒന്നും മാറ്റിയിട്ട് കാര്യമില്ല. അകത്തുള്ള മാറ്റമാണ് ക്രിസ്തീയ ജീവിതം. അതുകൊണ്ട് പൗലോസ് പറയുന്നു, പുറമേ യഹൂദനായവനല്ല യഹൂദൻ, അകമേ യഹൂദനായവനാണ്. പുറമേയുള്ള പരിച്ഛേദനയല്ല യഥാർത്ഥ പരിച്ഛേദന, ആകമേ ഹൃദയത്തിനുള്ള പരിച്ഛേദനയാണ് യഥാർത്ഥ പരിച്ഛേദന. അപ്പോൾ ഹൃദയപൂർവം, അതാണ് പുതിയ നിയമസഭയുടെ ഏറ്റവും വലിയ അനുഗ്രഹം, ഹൃദയപൂർവം. അതുകൊണ്ട് റോമാലേഖനം 10 നമ്മൾ വായിക്കുന്നു, 9, 10, 11, 12, പിന്നെ 17 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വായു കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു, അപ്പോൾ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട്. പുറമേ ഒരു ചടങ്ങ് കാണിച്ചതുകൊണ്ട് നീ ദൈവ പൈതലാകില്ല. യേശു പഠിപ്പിക്കുന്നതെല്ലാം അതാണ്. ക്രിസ്തീയത എന്ന് പറയുന്നത് എല്ലാം ഉള്ളിലാണ്, അതാരും കാണിക്കുന്നതല്ല. എന്നാൽ അതിൻ്റെ യഥാർത്ഥമായ കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലാവും. ഒരാളൊരു വിശ്വാസിയാണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും, അതിനകത്തൊരു അഭിനയമില്ല. ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ യേശുവിനോട് ചോദിക്കുകയാണ്, നീ എന്താണ് ഉപദേശിക്കുന്നത്? നിന്റെ ശിഷ്യന്മാരാരാണ്? യേശുവിനെ എല്ലാവർക്കും അറിയാം. യേശു ഒരു യാഥാർത്ഥ്യമാണ്. യേശു പറഞ്ഞു, ഞാൻ പകൽ എല്ലാ പള്ളിയിലും എല്ലാ സ്ഥലത്തെ യഹൂദന്മാരുടെ നടുവിലെല്ലാം പ്രസംഗിച്ചതാണ്, എനിക്കൊന്നും മറച്ചു വെക്കാനൊന്നുമില്ല. ക്രിസ്തീയ ജീവിതത്തിൽ മറച്ചു വെച്ച് ഒരു രഹസ്യ പരിപാടികൾ ചെയ്യേണ്ട ഒരു പരിപാടിയില്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അതൊരു ഒരു ആൾക്കാരെ ചാക്കിടുന്ന പരിപാടിയല്ല. മഹാപുരോഹിതനും പട്ടാളക്കാരും കോടതിയെല്ലാം വിസ്തരിക്കുമ്പോൾ പേടിച്ച് പിന്മാറാനുള്ളതൊന്നുമില്ല. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണ്? മാനവവർഗത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനാണ്, വെളിച്ചം പകരാനാണ്. യേശു യാഥാർത്ഥ്യമാണ് പറഞ്ഞത്. യേശുവിന് ഓടി മാറേണ്ട കാര്യമില്ല. ഞാനങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, ഇനി മേലാൽ പറയില്ല എന്ന് എഴുതി വെച്ചുകൊണ്ട് പോകുന്ന ആളല്ല യേശു. യേശു അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ എന്താ പറഞ്ഞതെന്ന് ഈ ചുറ്റും നിൽക്കുന്നവർക്കറിയാൽ, അവരോട് ചോദിക്കൂ. അത് കേട്ടപ്പോൾ ഒരുത്തന് ഇഷ്ടപ്പെട്ടില്ല. 22-ാം വാക്യം, അവൻ ഇങ്ങനെ പറയുമ്പോൾ ചേവകരിൽ അരികെ നിന്ന ഒരുത്തൻ മഹാപുരോഹിതനോട്, ഇങ്ങനെയോ ഉത്തരം പറയുന്നത് എന്ന് പറഞ്ഞു. യേശുവിൻ്റെ കന്നത്തടിച്ചു. ഇങ്ങനെയാണോ ഉത്തരം പറയുന്നത്? യേശു അവനോട്, ഞാൻ ദോഷമായി സംസാരിച്ചു എങ്കിൽ തെളിവുതാ, അല്ലെങ്കിൽ എന്നെ തല്ലുന്നത് എന്ത് എന്ന് പറഞ്ഞു. ഹന്നാവ് അവരെ കെട്ടപ്പെട്ടവനായി മഹാപുരോഹിതനായ കയ്യഫാവിൻ്റെ അടുക്കിലേക്ക് അയച്ചു. അപ്പം ഈ ഹന്നാവും കയ്യഫാവും 2 മഹാപുരോഹിതന്മാർ. അത് തന്നെ അനീതിയാണ്. നീതിമാനായ ദൈവപുത്രനെ വിസ്തരിക്കുന്നവർ 2 അനീതിയുള്ളവർ. ഒരിക്കൽ ഒരു ഇന്ത്യക്ക് 2 പ്രസിഡൻ്റുണ്ടോ? ഇന്ത്യക്ക് 2 പ്രധാനമന്ത്രിയുണ്ടോ? അമേരിക്കയ്ക്ക് 2 പ്രസിഡൻ്റുണ്ടോ? ഇതാ 2 മഹാപുരോഹിതന്മാർ. അത് തന്നെ ഒരു അനീതിയല്ലേ? ഈ അനീതിയുള്ളവർ നീതിമാനെ വിസ്തരിക്കുന്നു.
അപ്പോൾ ബൈബിളിൽ ഇങ്ങനെയാണ് വെളിപ്പാട് പുസ്തകം അവസാനിക്കുന്നത്. അനീതിയുള്ളവൻ അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ, എന്നാൽ നീതിമാനോ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ, ഓരോരുത്തൻ അവനവൻ്റെ പ്രവർത്തിക്ക് തക്ക പ്രതിഫലം തരാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്, ഞാനിതാ വേഗം വരുന്നു. കർത്താവ് വേഗം വരികയാണ് പ്രതിഫലം തരാൻ വേണ്ടി, ഇതേ കർത്താവ്. അപ്പം അനീതിയുള്ള ലോകത്തിൽ 33.5 വർഷം ജീവിച്ച് ജയാളിയായി ഒരു കറയും ഏൽക്കാതെ സകലത്തെയും ജയിച്ച് കടന്നുപോയ ഒരു കർത്താവിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും പരാജയപ്പെടില്ല. ആ വ്യക്തി ഏത് ക്രൂശീകരണത്തിൻ്റെ നടുവിലും നെഞ്ചും നെറ്റി ഉയർത്തി നിൽക്കും. ആ വ്യക്തി ഉയർത്തെഴുന്നേൽക്കും, എല്ലാ പ്രശ്നത്തിൽ നിന്നും പുറത്തു വരും. ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞാൽ മരണത്തിൽ നിന്ന് മാത്രമല്ല, എല്ലാ പ്രശ്നത്തിൽ നിന്നും പുറത്തു വരും. മനുഷ്യർ ഒരുക്കുന്ന എല്ലാ കല്ലറയിൽ നിന്നും പുറത്തു വരും. മനുഷ്യർ തറയ്ക്കുന്ന എല്ലാ ആണികളിൽ നിന്നും പുറത്തു വരും. യേശു ഉയർത്തെഴുന്നേറ്റ് വന്നിട്ട് കാണിച്ചു, എൻ്റെ കൈ നോക്ക്, കാല് നോക്ക്, മനുഷ്യരെന്നെ തറച്ചതാണ്, എന്നിട്ടും ഞാൻ തീർന്നില്ല. സത്യത്തെ തീർക്കാൻ ആർക്കും കഴിയില്ല, സത്യത്തെ ഇല്ലാതെയാക്കാൻ ആർക്കും കഴിയില്ല. നിങ്ങൾ സത്യസന്ധമായി ജീവിക്കുന്ന വ്യക്തിയാണോ, നിങ്ങളെ തോൽപ്പിക്കാൻ ലോകം മുഴുവൻ ഒരുമിച്ച് നിന്നാലും നടക്കില്ല എന്നുള്ളതിന് ഒരു മകുട ഉദാഹരണമാണ് യേശു കർത്താവ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം. ആരുമില്ല, എല്ലാവരും ഇട്ടേച്ചു പോയി, ഒറ്റക്ക് നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങളുടെ താഴ്ചയിൽ നിങ്ങൾക്ക് ന്യായം കിട്ടാതെ നിങ്ങൾ ഒറ്റപ്പെട്ട് നിരാശയുടെ വക്കീലെത്തിയെങ്കിൽ അവിടുന്ന് പുറത്തു വരണം. നിങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങളൊരു ദൈവ പൈതലായിരിക്കുന്ന കാലത്തോളം ആർക്കും കഴിയില്ല. ഈ ദൈവകൃപയിൽ നിൽക്കുന്ന കാലത്തോളം നിങ്ങളെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഈ സത്യത്തിൻ്റെ വെളിച്ചത്തിൽ നിൽക്കാം, പ്രാർത്ഥിക്കാം. യേശുവേ, കടന്നു പോകുന്ന വിവിധമായ പ്രയാസങ്ങളുടെ നടുവിൽ ആര് സഹായിക്കാനില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് എതിർത്തുകൊണ്ടിരിക്കുന്ന എന്നെ കേൾക്കുന്ന ചില പെൺകുട്ടികൾ, അമ്മമാർ, വീട്ടമ്മമാർ, സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, അവർ കടന്നു പോകുന്ന വിവിധമായ ഒറ്റപ്പെടലുകളുടെ നടുവിൽ ആര് സഹായിക്കാനില്ലാത്തപ്പോഴും സത്യത്തിനു വേണ്ടി യേശുവിനെ പോലെ നിന്ന് മറുപടിയെ ദൈവത്തിൽ നിന്ന് കാത്തിരിക്കുന്നവരാക്കി ഓരോരുത്തരെയും മാറ്റണമേ. മനുഷ്യർക്ക് ഒരു ന്യായം തരാനും മനസ്സില്ലെങ്കിലും സ്വർഗം തുറന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൾ എൻ്റെ പ്രിയപുത്രി, ഇവളിൽ ഞാൻ പ്രസാദിച്ചു എന്ന ശബ്ദം കേട്ട് ബലപ്പെട്ട് ധൈര്യപ്പെട്ട് വിഷയങ്ങളെ തരണം ചെയ്യുവാൻ ശക്തിയും കൃപയുമുള്ളവരായി ഇവർ തീരട്ടെ. എല്ലാ കേസുകളിൽ നിന്നും ഇത് കേൾക്കുന്ന പലരും പുറത്തു വരട്ടെ. അന്യായമായ ചില കേസുകളിൽ നിന്ന് പുറത്തു വരട്ടെ. സാമ്പത്തികമായ വഴികൾ തുറക്കട്ടെ. ചതിക്കകത്ത് നിന്ന് അവർ പുറത്തു വരട്ടെ. ചതിയിൽപ്പെട്ട പെൺകുട്ടികൾ, ചതിയിൽപ്പെട്ട ആൺകുട്ടികൾ ആ ചതികളിൽ നിന്ന് പുറത്തു വരട്ടെ. ജീവിതത്തിൽ എല്ലാം നന്മയാക്കി മാറ്റുന്ന യേശുവിൻ്റെ കയ്യിൽ അവരെ ഏൽപ്പിക്കും. ഭൗതിക വാതിലുകൾ തുറക്കട്ടെ. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. പുതുവഴികൾ എല്ലാവർക്കും തുറക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. വിശ്വസിക്കുക മാത്രം ചെയ്യുക. കർത്താവിൽ ആശ്രയിക്കുന്ന ആരും ഒരു നാളും കുലുങ്ങിപ്പോകില്ല. ധൈര്യപ്പെടുക. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം, ബലപ്പെടാം. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.